ഒരാളോട് വരാൻ. ഗുഡ് ഈവനിങ് നന്ദന. മറ്റേ ചേച്ചി ഇന്ന് വർക്കിലായതുകൊണ്ട് റെക്കോർഡിങ്സ് അയച്ചു കൊടുക്കാം. നിങ്ങൾ രണ്ടുപേരുള്ളൂ, കുഴപ്പമില്ല, ഉഷാറാക്കാം. നന്ദന ഇന്നലെ പഠിപ്പിച്ചതൊക്കെ നോക്കിയിരുന്നോ? തിയറി ഭാഗങ്ങളൊക്കെ ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇന്ന് ഉഷാറായിട്ട് പ്രോബ്ലം ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റിലേക്ക് കടക്കാം. ദാ വായിച്ചു നോക്കിയോ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അഡ്വൈസ് റിഗാർഡിംഗ് അവൈലബിലിറ്റി ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് under the CGST Act 2017 in the following independent cases. ഇവിടെ ഒരു 4 ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കേസസ് തന്നിട്ടുണ്ട്. അതിന്റെയൊക്കെ ITCയുടെ അവൈലബിലിറ്റിയെ കുറിച്ച് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ITC കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തെ കേസ് നോക്കാം. AMT Company Limited purchased a mini bus having seating capacity of 16 persons for transportation of its employees from their residence to office and back. ITC കിട്ടുമോ ഇല്ലയോ? ITC കിട്ടുമോ ഇല്ലയോ? ഗൈസ് പറഞ്ഞേ. കിട്ടും, യാതൊരു സംശയമില്ലാതെ പറയാം. യാതൊരു സംശയമില്ലാതെ പറയാൻ കാരണം എന്താ? അവിടെ സീറ്റിംഗ് കപ്പാസിറ്റി 16 ആണല്ലേ, ഗ്രേറ്റർ ദാൻ 13 ആണ്. അതുകൊണ്ട് തന്നെ വേറെ ഒരു കാര്യവും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും അയാൾക്ക് ITC കിട്ടും. ഏത് പർപ്പസിനാണെങ്കിലും കിട്ടും. 13 പേഴ്സൺസിലും കൂടുതലാണ് സീറ്റിംഗ് കപ്പാസിറ്റി എങ്കിൽ ആ വെഹിക്കിൾ ഉപയോഗിക്കുന്നത് എന്ത് പർപ്പസിനാണെങ്കിലും നമുക്ക് ക്രെഡിറ്റ് കിട്ടും. വെരി ഗുഡ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ആൻസർ വന്നിട്ടുണ്ട്. ഓക്കെ ഫൈൻ. അടുത്തതിലേക്ക് നോക്കാം. ബാംഗ്ലൂർ സെറാമിക്സ് ലിമിറ്റഡ്. ബാംഗ്ലൂർ സെറാമിക്സ് ലിമിറ്റഡ്, എ മാനുഫാക്ചറിംഗ് കമ്പനി, purchased 2 trucks for transportation of its finished goods from the factory to dealers located in various locations within the country. ബാംഗ്ലൂർ സെറാമിക്സ് ലിമിറ്റഡ് ഒരു മാനുഫാക്ചറിംഗ് കമ്പനിയാണ്, ഒരു ഗുഡ്സ് മാനുഫാക്ചറിംഗ് കമ്പനിയാണ്. അവർ 2 ട്രക്കുകൾ മേടിക്കുകയാണ്. 2 ട്രക്കുകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് സീറ്റിംഗ് കപ്പാസിറ്റി മിനിമം 3 ആണല്ലേ. ഫ്രണ്ടില് ഡ്രൈവർക്ക് ഉൾപ്പെടെ ഒരു 3 പേർക്ക് ഇരിക്കാം എന്നുള്ളതല്ലാതെ എന്തായാലും 13 ഒന്നും ഇരിക്കാൻ പറ്റൂല. ലെസ് ദാൻ 13 ആണ് അവിടെ സീറ്റിംഗ് കപ്പാസിറ്റി. ഇതെന്തിനാണ് ഈ ട്രക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതിലാണ് പ്രസക്തി. എന്തിനാണ് ഈ ട്രക്ക് ഉപയോഗിച്ചിരിക്കുന്നത്? ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഇറ്റ്സ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഗുഡ്സിന്റെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാണ്. ഫാക്ടറിയിൽ നിന്ന് ഡീലേഴ്സിന് കൊടുക്കാൻ, അതായത് വേരിയസ് ലൊക്കേഷൻസിലുള്ള ഡീലേഴ്സിന് ഫാക്ടറിയിൽ നിന്ന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രക്കുകൾ മേടിച്ചിരിക്കുന്നത്. ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ട്രക്സുകൾ മേടിച്ചിരിക്കുന്നത്. കിട്ടുമോ ഇല്ലയോ? കിട്ടുമോ ഇല്ലയോ? കിട്ടും. വെരി ഗുഡ് നന്ദന, ജിബിന, അടിപൊളി. കിട്ടും, യാതൊരു സംശയം വേണ്ട, കിട്ടും. മൂന്നാമത്തെ ചോദ്യം. ഹാൻസ് പ്രീമിയം ഡീലിംഗ് ഇൻ ലക്ഷറി കാർസ് ഇൻ ചാണക്യപുരി. ഹാൻസ് പ്രീമിയം എന്ന് പറയുന്ന ഒരു ഡീലർ ചാണക്യപുരിയിലാണ് അയാളുടെ ബിസിനസ് ഉള്ളത്. ലക്ഷറി കാറിന്റെ ഡീലേഴ്സാണ്. അയാള് 5 സ്കോഡ VRS കാർസ് കസ്റ്റമറിന് സെയിൽ ചെയ്യാനായിട്ട് വാങ്ങിച്ചു. ITC കിട്ടുമോ ഇല്ലയോ? കിട്ടും. ഫർദർ സപ്ലൈക്ക് വേണ്ടിയിട്ടാണല്ലേ? ആണോ? അതാണോ അതിന്റെ ആൻസർ? അതുകൊണ്ടാണോ? ഫർദർ സപ്ലൈക്ക് വേണ്ടിയിട്ടാണല്ലേ? അതുകൊണ്ടായിരിക്കും അല്ലേ? അതെ, ഫൈൻ. നാലാമത്തെ ചോദ്യം. സൺ ആൻഡ് മൂൺ പാക്കേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് അവൈൽഡ് outdoor catering services to run a canteen in its factory. The Factories Act 1948 requires the company to set up a canteen in its factory. നമ്മുടെ സൺ ആൻഡ് മൂൺ പാക്കേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കാറ്ററിംഗ് സർവീസ് അവൈൽ ചെയ്തിട്ടുണ്ട്. ഏതോ ഒരു കാറ്ററിംഗ് സർവീസ് ടീമിന്റെ കാറ്ററിംഗ് സർവീസ് അവൈൽ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ഫാക്ടറിക്കുള്ളിൽ ഒരു ക്യാൻറ്റീൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫാക്ടറീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് കമ്പനീസ് ഒരു ക്യാൻറ്റീൻ
ഫാക്ടറിക്കുള്ളിൽ നടത്തണമെന്നാണ്. സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ആണ്. ITC കിട്ടുമോ ഇല്ല? കിട്ടും. അടിപൊളി, പഠിച്ചു. ഇതാ ആൻസറുകൾ നോക്കിയോ, നിങ്ങൾ ആൻസറുകൾ നോക്കിയോ. ഫസ്റ്റ് കേസിൽ ITC കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞു, നോട്ട് ബി ബ്ലോക്ക് ചെയ്തിട്ടില്ല അവിടെ. ദെൻ രണ്ടാമത്തെ കേസിൽ ഗുഡ്സ് ആയതുകൊണ്ട് തന്നെ, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ആയതുകൊണ്ട് തന്നെ അലൗഡ് ആണ്, ITC കിട്ടും നമ്മൾ പറഞ്ഞിരുന്നു. ദെൻ മൂന്നാമത്തെ കേസിൽ ആൻസറുകൾ വായിച്ചു നോക്കണേ, ഞാൻ ഓടിച്ചു വിട്ട് പറയുന്നേ ഉള്ളൂ, വായിച്ചു നോക്കാം. ഹാൻസ് പ്രീമിയം ഫർദർ സപ്ലൈ നടത്താനാണ് കാർ മേടിച്ചത്, അതുകൊണ്ട് തന്നെ അയാൾക്ക് ITC ക്ലെയിം ചെയ്യാം. ലാസ്റ്റ് വൺ എന്തായിരുന്നു? ഔട്ട്ഡോർ കാറ്ററിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യണമെന്നുള്ളത് കമ്പനീസ് ആക്ട് പ്രകാരം സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ആണ്, അതുകൊണ്ട് അവൈൽ ചെയ്യാം, ക്രെഡിറ്റ് അവൈൽ ചെയ്യാം. ആ കാറ്ററിംഗ് സർവീസുകാർക്ക് കൊടുക്കുന്ന പേയ്മെന്റ്, ഇൻപുട്ട് ടാക്സ് ആയിട്ട് കൊടുക്കുന്ന പേയ്മെന്റ് നമുക്ക് ആ GST നമുക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാം? ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാം. ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി കൊടുക്കുന്ന സാഹചര്യം വരും. ക്ലിയർ അല്ലേ? ഫസ്റ്റ് പ്രോബ്ലം പറഞ്ഞാട്ടെ, ക്ലിയർ ആണോന്ന്? ക്ലിയർ. ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നോ? ചെറിയ രീതിയിൽ ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നോ? ഇതിന് ഏത് പ്രോബ്ലം ചോദിച്ചാലും ഞങ്ങൾ ചെയ്യും, ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നോ? ഫുള്ളും വന്നു പറയരുതേ, കുറച്ച് വന്നു എന്ന് പറഞ്ഞാൽ മതി. ഫുള്ളും വന്നു ഞാൻ ചോദിക്കാം ഇത് കഴിഞ്ഞിട്ട്. അടുത്ത ചോദ്യം ഞാൻ ആൻസർ കാണിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് താഴെ കാണിക്കാം. എ ഫ്ലൈയിങ് സ്കൂൾ ഇമ്പോർട്ട്സ് ആൻ എയർക്രാഫ്റ്റ് ഫോർ യൂസ് ഇൻ ഇറ്റ്സ് ട്രെയിനിങ് ആക്ടിവിറ്റി. ഒരു ഫ്ലൈയിങ് സ്കൂള് ഒരു എയർക്രാഫ്റ്റ് ഇമ്പോർട്ട് ചെയ്യാണ്, ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു എയർക്രാഫ്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും അല്ലെ? ആൻഡ് ടേക്സ് ITC ഓഫ് ദി IGST പെയ്ഡ് ഓൺ ഇമ്പോർട്ട്. ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇൻപുട്ട് ടാക്സ് ആയിട്ട് IGST അവർ പേ ചെയ്യുന്നുണ്ട്. അതിന് ക്രെഡിറ്റ് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ക്രെഡിറ്റ് എടുക്കാൻ പറ്റുമോ? പറ്റും അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് എയർക്രാഫ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്? ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? സോ അയാൾക്ക് ITC ക്ലെയിം ചെയ്യാം. അണ്ടർ സെക്ഷൻ 17 സബ്സെക്ഷൻ 5 ഓഫ് ദി CGST ആക്ട്. എന്താ ഈ സെക്ഷൻ 17 സബ്സെക്ഷൻ 5 എന്താണ്? എന്താ സെക്ഷൻ 17 സബ്സെക്ഷൻ 5? എന്താ സംഗതി? 17 സബ്സെക്ഷൻ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്. വെരി ഗുഡ്, ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ആണ്. വെരി ഗുഡ്. ITC is allowed on aircraft if they are used to make the taxable supply of imparting training on flying an aircraft. Therefore, the credit is correctly taken. കറക്റ്റ് ആണ്, ITC എടുത്തിരിക്കുന്നത് കറക്റ്റ് ആണ്. മൂന്നാമത്തെ ചോദ്യം നിങ്ങളൊന്ന് വായിച്ച്. നിങ്ങളുടെ കയ്യിൽ PDF ഉണ്ടാവുമെന്ന് അറിയാം, സ്ക്രീനിൽ നോക്കിയാലും മതി. MSX Limited supplied taxable goods from the factory after manufacturing in the month of October 2021 for sale to a distributor for 8 lakh. ഒന്നുമില്ല, നമ്മുടെ MSX Limited ടാക്സബിൾ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന ഒരു സപ്ലയർ ആണ്. അയാളുടെ ഫാക്ടറിയിൽ നിർമ്മിച്ച ഒരു ഗുഡ്, അയാളുടെ ഫാക്ടറിയിൽ മാനുഫാക്ചർ ചെയ്ത ഒരു കുറച്ച് ഗുഡ്സ് 2021 ഒക്ടോബറിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടറിന് വിൽക്കുകയാണ്. 8 ലക്ഷം രൂപയ്ക്ക്. അതിന്റെ GSTകൾ പേ ചെയ്യുന്നില്ലായിരുന്നു കേട്ടോ. However, he deposited the GST at 12% on these goods on 10/1/2022. ഇതിന്റെ GST, ഇതിന് മുകളിലുള്ള GSTകൾ അടയ്ക്കുന്നത് ജാനുവരി 10-നാണ്. നെക്സ്റ്റ് ഇയറിൽ ജാനുവരി 10-ന്. എഗെയിൻസ്റ്റ്, ഇതാണ് ഇവിടുത്തെ പോയിന്റ്, എഗെയിൻസ്റ്റ് ഷോക്കോസ് നോട്ടീസ്. ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഷോക്കോസ് നോട്ടീസ് വന്നതിന് ശേഷമാണ് ഈ ഒരു സപ്ലൈയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 8 ലക്ഷത്തിന്റെ സപ്ലൈയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള GSTകൾ പേ ചെയ്യുന്നത്. സെക്ഷൻ 74 പ്രകാരം ഫ്രോഡ് നടന്നിട്ടുണ്ട് അവിടെ.
ഫ്രോഡ് നടന്നിട്ടുണ്ടെന്ന് ഡിപ്പാർട്ട്മെന്റിന് മനസ്സിലാവുന്നതോടുകൂടിയാണ് 8 ലക്ഷത്തിന്റെ GST അടയ്ക്കണമെന്ന് ഈ വ്യക്തിയോട്, ഈ എക്സ് ലിമിറ്റഡിനോട് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. അതിനനുസരിച്ച് ഇയാള് GST അടയ്ക്കുന്നു ജാനുവരി 1-ന്, 2022 ജാനുവരി 1-ന്. ഡിസംബർ 2021 ഇയാൾ കുറച്ച് ഗുഡ്സ് റിസീവ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. 5 ലക്ഷം രൂപയുടെ ഗുഡ്സ് 12% GST അടച്ച്, ഇൻപുട്ട് ടാക്സ് അടച്ച് റിസീവ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം, 2 കേസിലെ ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. 2 സാഹചര്യങ്ങളിലെ ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ, കൺസെപ്റ്റ് ക്ലിയർ ആണോ എന്ന് പറ, എന്നാലേ ഞാൻ അടുത്ത് പറയൂ. കൺസെപ്റ്റ് ക്ലിയർ ആണോ? കൺസെപ്റ്റ് ക്ലിയർ ആണോ? ചോദ്യം ക്ലിയർ ആണോ? എക്സ്പ്ലെയിൻ ചെയ്തത് ഒന്നുകൂടെ പറയാം, തീർച്ചയായും. ഇടയ്ക്ക് കട്ടായോ? ഓക്കെ. MSX ലിമിറ്റഡ് ഒരു ഗുഡ്സിന്റെ മാനുഫാക്ചറർ ആണ്. അയാളുടെ ഫാക്ടറിയിൽ മാനുഫാക്ചർ ചെയ്ത ഒരു ഗുഡ്സ് വിൽക്കുകയാണ്, ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് വിൽക്കുകയാണ്. 8 ലക്ഷം രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഇതിന്റെ GST അയാൾ അടയ്ക്കുന്നില്ല കേട്ടോ. ഇതിന്റെ GST അയാൾ സർപ്ലസ് ചെയ്ത് വെക്കുകയാണ്, അയാൾ അടയ്ക്കുന്നില്ല GST. അപ്പോ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നൊരു ഷോക്കോസ് നോട്ടീസ് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇയാൾ ആ സപ്ലൈയുടെ GST ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്നത്. 12% GST അടയ്ക്കുന്നത്. ഒരു ഷോക്കോസ് നോട്ടീസ്, അതായത് സെക്ഷൻ 74 ഫ്രോഡ് നടന്നിട്ടുണ്ട്. ഫ്രോഡിലിന്റെ പരിപാടിയാണ് അയാൾ കാണിച്ചതല്ലേ. 8 ലക്ഷം രൂപയുടെ സപ്ലൈ നടന്നിട്ട് അതിന് GST അടച്ചില്ല. ഇത് ഡിപ്പാർട്ട്മെന്റ് കണ്ടുപിടിച്ചു, സെക്ഷൻ 74 ആണെന്ന് പറഞ്ഞു. 10/1/2021 ഇയാളെ കൊണ്ട് GST അടപ്പിച്ചു. ഡിപ്പാർട്ട്മെന്റ് അടപ്പിക്കുക ചെയ്ത. പിന്നെ പറയുന്നു ഡിസംബർ 2021 ഇയാള് 5 ലക്ഷം രൂപയുടെ ഗുഡ്സ് റിസീവ് ചെയ്തിട്ടുണ്ടെന്ന്. 12% GST അടച്ചിട്ട്, 12% ഇൻപുട്ട് ടാക്സ് അടച്ചിട്ട് കുറച്ച് ഗുഡ്സ് റിസീവ് ചെയ്തിട്ടുണ്ടെന്നും പറയുന്നു. അതിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. 5 ലക്ഷം രൂപയുടെ ഗുഡ്സ് മേടിച്ചു, 12% GST അടച്ചിട്ട് ആ ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. അപ്പൊ 2 സാഹചര്യങ്ങളിലെ നമുക്ക് കണ്ടുപിടിക്കാം. 2 സാഹചര്യങ്ങൾ. ഒന്ന്, ഷോക്കോസ് നോട്ടീസ് വന്നതിന് ശേഷം പേ ചെയ്യുന്ന GST. ആ സാഹചര്യത്തിൽ അയാളുടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി എത്രയാണ്, ITC ക്ലെയിം ചെയ്യാൻ പറ്റുമോ? രണ്ടാമത്തെ, ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് ഒന്നും നടന്നിട്ടില്ല, ITC ക്ലെയിം ചെയ്യാൻ പറ്റുന്ന അവസ്ഥ. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓക്കെ ആണോ ജിബിന, നന്ദന? ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താം. അതായത് ഷോക്കോസ് നോട്ടീസിന് റിപ്ലൈ ആയിട്ടാണ്, അല്ലെങ്കിൽ ഷോക്കോസ് നോട്ടീസ് വന്നതിന് ശേഷമാണ് ഇയാൾ GST പേ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ? ബ്ലോക്ക്ഡ് ക്രെഡിറ്റിന്റെ ആ ഒരു ബോക്സ് ടേബിൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് ഞാൻ അവസാനം പറഞ്ഞിരുന്നു, സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ്, ഫ്രോഡ്, കോൺഫിസ്കേഷൻ, കൺസീൽമെന്റ് എന്നീ സാഹചര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. ഓർക്കുന്നുണ്ടോ? എന്ന് പറഞ്ഞേ, ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു ഫ്രോഡുലന്റ് ആക്ടിവിറ്റി നടന്നിട്ടുണ്ട്, ഒരു കൺസീൽമെന്റ് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കോൺഫിസ്കേഷൻ നടന്നിട്ടുണ്ട്. അപ്പൊ ഇയാളുടെ ലൈബിലിറ്റി എന്ന് പറയുന്നത്, നമുക്ക് ആൻസറിലേക്ക് പോകാം. ഇയാളുടെ ലൈബിലിറ്റി എന്ന് പറയുന്നത് 8 ലക്ഷം രൂപയുടെ സെയിലാണ് നടന്നത്. 6%, അതായത് 12% GST അല്ലേ ഇയാൾക്ക് പേ ചെയ്യേണ്ടത്. 8 ലക്ഷത്തിന്റെ സെയിൽ നടക്കുമ്പോൾ 12% GST എന്ന് പറയുമ്പോൾ ഇവിടെ ഇൻട്രാസ്റ്റേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മളതുകൊണ്ട് ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നു. അപ്പൊ അയാൾക്ക് വരുന്ന ഔട്ട്പുട്ട് ടാക്സ് ലൈബിലിറ്റി എന്ന് പറയുന്നത് 48,000 അല്ലേ. 8 ലക്ഷം രൂപയുടെ സെയിൽ നടക്കുമ്പോൾ 6% CGSTയും 6% SGST അയാൾ പേ ചെയ്യണം. ശരിയല്ലേ? ITC അലോ ചെയ്യാനായിട്ട് പറ്റുമോ? ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഫ്രോഡുലന്റ് ആക്ടിവിറ്റി നടന്നിട്ടുണ്ടെങ്കിൽ
പറ്റുമോ? അതായത് ആ 5 ലക്ഷത്തിന്റെ 12% ഇൻപുട്ട് ടാക്സ് നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? പറഞ്ഞോ. ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ജിബിന ഓക്കെ? നന്ദന ഓക്കെ ആണോ? ഓക്കെ ആണ്. അപ്പോ പറ്റില്ല, നോട്ട് അലൗഡ്. കാരണം ആ GST അയാൾ അടച്ചിരിക്കുന്നത് ആസ് പെർ നോട്ടീസ് ഇഷ്യൂഡ്, ഡിപ്പാർട്ട്മെന്റിന്റെ നോട്ടീസിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ആ ഒരു GST പേ ചെയ്തത്. അതുകൊണ്ട് 5 ലക്ഷത്തിന്റെ 12% എന്നുള്ള ആ ഒരു ഇൻപുട്ട് ടാക്സ് നമുക്ക് കിട്ടില്ല. സോ അയാളുടെ ലൈബിലിറ്റി എത്ര തന്നെ വരും? 48,000 CGST, 48,000 SGST വരും. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഷോ കോസ് നോട്ടീസ് ഒന്നും ഇല്ല. ഷോ കോസ് നോട്ടീസ് ഒന്നും ഇല്ല. ഇല്ലാതെ തന്നെയാണ് അയാൾക്കൊരു തെറ്റ് പറ്റിയതാണെന്ന് വിചാരിച്ചോ. അയാൾക്ക് പിന്നീട് അത് സ്വയം മനസ്സിലായി. അയാൾ എന്ത് ചെയ്യുന്നു? GST അടയ്ക്കുന്നു. 8 ലക്ഷത്തിന്റെ 6%, 48,000 CGST, 48,000 SGST. അയാൾക്ക് ഇവിടെ ക്രെഡിറ്റ് കിട്ടുമോ? പിന്നീട് പർച്ചേസ് ചെയ്യുന്ന ആ 5 ലക്ഷത്തിന്റെ 12% ക്രെഡിറ്റ് കിട്ടുമോ? കിട്ടും. 5 ലക്ഷത്തിന്റെ 12% എന്ന് പറയുമ്പോൾ 60,000 വരും അല്ലെ. 60,000-ല് 30,000 CGST, 30,000 SGST. ക്രെഡിറ്റ് കിട്ടുമല്ലോ, സംശയമില്ലല്ലോ. ഓക്കെ ആണേ? ഡൗട്ട് ഉണ്ടോ ചോദിച്ചോ. ഓക്കെ, ശരി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ചോദിക്കും കേട്ടോ, എക്സാമിന് ചോദിക്കാൻ വകുപ്പുള്ള ഒരു സാധനമാണ്. നന്നായിട്ട് പഠിച്ചോ. അപ്പൊ അത് കഴിയും. വോയിസ് ക്ലിയർ ആണല്ലോ അല്ലെ? ഒന്ന് പറഞ്ഞേക്കാമോ? വോയിസ് സൗണ്ട് ഒക്കെ പക്കെ ആണല്ലോ അല്ലെ? നന്നായിട്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഇടയ്ക്കെങ്ങാനും കട്ടായി പോവാണെങ്കിൽ ഉടനെ എന്നെ ഒന്ന് വിളിച്ചേക്കണേ ഫോണില്. ഇടയ്ക്കെങ്ങനെ കട്ടായി പോവാണെങ്കിലേ ഞാൻ ഈ PDF ഓൺ ആക്കി വെച്ചേക്കുന്നത് അറിയില്ല കട്ടായി പോയി കഴിഞ്ഞാൽ. അപ്പൊ ഉടനെ തന്നെ ഒന്ന് വിളിച്ചേക്കണേ. അടുത്ത ചോദ്യം. MSA ലിമിറ്റഡ് ഓഫ് ആലുവ. ലിമിറ്റഡ് ആലുവയിലുള്ള ഒരു സപ്ലയർ ആണ്. ഒരു ബിസിനസ്മാൻ ആണ്. റിസീവ്സ് ദ ഇൻപുട്ട് സർവീസ് ഫ്രം MSB ലിമിറ്റഡ് ഓഫ് ബാംഗ്ലൂരു. MSA ലിമിറ്റഡ്, കേരളത്തിലുള്ള MSA ലിമിറ്റഡ് ബാംഗ്ലൂരിലുള്ള MSB ലിമിറ്റഡിൽ നിന്ന് സർവീസ് വാങ്ങുകയാണ്. ഓക്കെ, അപ്പോ ഇവിടെ ആരാണ് ഇൻവോയ്സ് റൈസ് ചെയ്യുന്നത്? ഇവിടെ ആരാണ് ഇൻവോയ്സ് റൈസ് ചെയ്യുന്നത് പറഞ്ഞോ? ഇവിടെ ആരാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുക? A ലിമിറ്റഡോ B ലിമിറ്റഡോ? ഇവിടെ ആരാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുക? ഇവിടെ ആരാണ് ഇൻവോയ്സ് ഇഷ്യൂ? B ലിമിറ്റഡോ? വെരി ഗുഡ്. B ലിമിറ്റഡ് അല്ല നന്ദന? ജിബിന ഓക്കെ, വെരി ഗുഡ്. B ലിമിറ്റഡ് ആണ് ഇൻവോയ്സ് ഇഷ്യൂ. സർവീസ് പ്രൊവൈഡ് ചെയ്തത് 17th December 2021 17th December 2021 ഈ ഒരു സർവീസ് MSA ലിമിറ്റഡ് റിസീവ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ക്രെഡിറ്റും ഇയാൾ എന്ത് ചെയ്തിരിക്കുന്നു? എടുത്തിട്ടുണ്ട്. അതിന്റെ ക്രെഡിറ്റും ഇയാൾ എടുത്തിട്ടുണ്ടെന്ന് പറയും. സർവീസ് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ അതിന്റെ പേയ്മെന്റ് ഇങ്ങോട്ടേക്ക് കൊടുക്കും അല്ലെ? B ലിമിറ്റഡിന് A ലിമിറ്റഡ് കൊടുക്കും. വാല്യൂവിനോടൊപ്പം GST കൂടാണ് പേ ചെയ്യുന്നത്. അപ്പൊ A ലിമിറ്റഡ് എന്ത് ചെയ്യും? ITC ക്ലെയിം ചെയ്യും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ശരിയല്ലേ? ഒന്ന് പറഞ്ഞേ, ശരിയാണോ എന്നൊന്ന് പറഞ്ഞേ. ശരിയാണോ ഞാൻ പറഞ്ഞ? ശരിയാണോ? എന്തെങ്കിലും തെറ്റ്? എന്തെങ്കിലും തെറ്റുണ്ടോ പറഞ്ഞതിൽ? സാധനം മേടിക്കുന്നു, ഇൻവോയ്സ് തരുന്നു, പേയ്മെന്റ് കൊടുക്കും. എന്താ പ്രശ്നം? എനിക്ക് ക്രെഡിറ്റ് കൊടുക്കരുത്? ഞാൻ ഇൻപുട്ട് ടാക്സ് പേ ചെയ്തല്ലോ, ക്രെഡിറ്റ് എടുക്കാം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടോ? ഇല്ല, ശരിയാണ് ഞാൻ പറഞ്ഞ കാര്യം അല്ലെ? ഓക്കെ, ഫൈൻ. ബാക്കി നോക്കാം.
ഫൈൻഡ് ദ ടൈം ലിമിറ്റ് വിതിൻ വിച്ച് MSA Limited is required to pay the bill amount inclusive of tax to supplier of service. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ പേയ്മെന്റ് കൊടുത്തിട്ടില്ല കേട്ടോ. ഈ ബി ലിമിറ്റഡ് എന്റെ കൂട്ടുകാരനായതുകൊണ്ട് അവൻ എനിക്ക് ഇൻവോയ്സ് തന്നു. ആ ഇൻവോയ്സ് വെച്ച് ഞാൻ ITC ക്ലെയിം ചെയ്തു. പക്ഷെ ഞാൻ പേയ്മെന്റ് അടച്ചിട്ടില്ല. GST ഇൻക്ലൂഡ് ആയിട്ടുള്ള പേയ്മെന്റ് അടച്ചിട്ടില്ല. അടയ്ക്കാതെ തന്നെ ഞാൻ ITC ക്ലെയിം ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എത്ര ദിവസത്തിനകത്ത് സപ്ലയറിന് പേയ്മെന്റ് കൊടുക്കണം? പറഞ്ഞേ, വേഗം പറഞ്ഞേ. എത്ര ദിവസത്തിനകത്ത് കൊടുക്കണം? വേഗം പറ. എത്ര ദിവസത്തിനകത്ത് ഞാൻ ബിക്ക് പേയ്മെന്റ് കൊടുക്കണം? വെരി ഗുഡ്, 180 days. 180 ദിവസത്തിനകത്ത് ഞാൻ പേയ്മെന്റ് കൊടുക്കണം അല്ലെ അന്തന ടിബിന? വെരി ഗുഡ്. 180 ദിവസത്തിനകത്ത് പേയ്മെന്റ് കൊടുത്തില്ലെങ്കിൽ റിവേഴ്സ് ആവും അല്ലെ? റിവേഴ്സ് ചെയ്യേണ്ടി വരും. ക്ലെയിം ചെയ്ത ITC റിവേഴ്സ് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് നോക്കാം, ആ ടൈം ലിമിറ്റ് കണ്ടുപിടിക്കാം കേട്ടോ. Also explain the consequences if payment is not made within the stipulated time limit. Okay, ടൈം ലിമിറ്റ് കണ്ടുപിടിച്ചിട്ട് വേറൊരു കാര്യം കൂടെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. എന്താണ് കോൺസിക്വൻസസ്? അതായത് സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരീഡിനുള്ളിൽ നമ്മൾ പേയ്മെന്റ് കൊടുത്തില്ല എങ്കിൽ എന്താണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്, എന്താണ് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാം. In the given case, MSA Limited must to pay B Limited the value of services and GST payable thereon 15th June 2022. അതെവിടുന്നാ സാറേ ഈ 15th June 2022? അതെങ്ങനെ കിട്ടി പെട്ടെന്ന്? അത് ആൻസർ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ഇൻവോയ്സ് ഡേറ്റഡ് എന്നായിരുന്നു. എന്നാണ് ഈ സർവീസ് റിസീവ് ചെയ്തിരിക്കുന്നത്? 17-ാം തീയതി ആണ് അല്ലെ? ഡിസംബർ 17-ാം തീയതി. അത് കഴിഞ്ഞിട്ടുള്ള 180-ാമത്തെ ഡേ, 17th ഡിസംബർ കഴിഞ്ഞിട്ടുള്ള 180-ാമത്തെ ദിവസം ഏതാണോ ആ ദിവസമാണ് ടൈം ലിമിറ്റ്. അതാണ് ലാസ്റ്റ് ഡേ. അതാണ് ആ 180-ാമത്തെ ദിവസം. അതാണ് നമുക്ക് എടുക്കേണ്ടത്. അതായത് 18th ഡിസംബർ മുതൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. 18th ഡിസംബർ മുതൽ ഒന്ന് നോക്കാം. 18th ഡിസംബർ എന്ന് പറയുമ്പോൾ എത്ര ദിവസം ഉണ്ട് ഡിസംബറിൽ? പറയാമോ? വോയിസ് ഓൺ ആക്കി പറയാമോ? ഒന്ന് വോയിസ് ഓൺ ആയിക്കോ. വോയിസ് ഓൺ ആക്കത്തില്ലല്ലേ? 14 ദിവസമാണ്. ഓക്കെ, ഡിസംബറിൽ 14 ദിവസം സമ്മതിക്കുന്നു. ജാനുവരിയിലോ 31, ഫെബ്രുവരിയില് 28 എടുക്കും, മാർച്ചില് 31, ഏപ്രില് 30, മെയ് 31. ഇപ്പൊ എത്രയെന്നൊന്ന് പറയാമോ? ടോട്ടല് എത്ര ദിവസമായി? 180 ആയോ? 165. അപ്പോ ജൂണിലെ എത്ര ദിവസം കൂടെ വേണം? ജൂണിലെ അപ്പൊ എത്ര ദിവസം കൂടെ വേണ്ടി വരും 180 ആവാൻ? 15. ജൂൺ 15. കണ്ടോ? ക്ലിയർ ആയോ? സെറ്റ് അല്ലേ? നൂറ്റി 180-ാമത്തെ ദിവസം 15th June 2022 ആണ്. 180-ാമത്തെ ദിവസം 15th June 2022 ആണ്. അന്ന് എന്ത് ചെയ്തോണം? അതാണ് ലാസ്റ്റ് ഡേറ്റ്. അന്നെങ്കിലും വാല്യൂ പ്ലസ് GST സപ്ലയറിന് കൊടുത്തോണം റെസിപ്പിയന്റ്. ഓക്കെ, അല്ലെങ്കിൽ എന്താ പറ്റുക? 15th June 2022 ഈ ഒരു എമൗണ്ട് റെസിപ്പിയന്റ് സപ്ലയർക്ക് പേ ചെയ്തില്ല എങ്കിൽ അവൈൽ ചെയ്ത ക്രെഡിറ്റ് എന്ത് ചെയ്യണം? ഔട്ട്പുട്ട് ടാക്സ് ലൈബിലിറ്റിയോടൊപ്പം ആഡ് ചെയ്ത് ടാക്സ് അടയ്ക്കേണ്ടി വരും വിത്ത് ഇൻട്രസ്റ്റ്.
വിത്ത് ഇൻട്രസ്റ്റ്. ഓക്കെ, തെറ്റാണോ? എവിടെങ്കിലും ഒന്നുകൂടെ പറയേണ്ടതായിട്ടുണ്ടോ? അടുത്തതിലേക്ക് പോവാം. അടുത്തതിലേക്ക് പോവാം. നന്ദന, ജിബിന, MSA Limited, a registered person under GST law, and purchased 10 cars for 45 lakhs plus 28% GST. MSA Limited sold 8 cars for 55 lakhs plus 28% GST. Find the GST liability. GST liability calculate ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. രണ്ട് കേസസിലെ കാൽക്കുലേറ്റ് ചെയ്യണം. എ ലിമിറ്റഡ് ഒരു കാർ ഡീലർ ആണെങ്കിൽ, എ ലിമിറ്റഡ് ഒരു കാർ ഡീലർ അല്ലെങ്കിൽ, രണ്ട് സാഹചര്യങ്ങളിലെ ലൈബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഡീലർ ആണെങ്കിൽ ITC കിട്ടുമോ? കിട്ടും. കിട്ടും. ഓക്കെ. ഡീലർ അല്ലെങ്കിലോ? ഡീലർ അല്ലെങ്കിലോ? കിട്ടില്ല. കഴിഞ്ഞു, ആൻസർ കിട്ടി. 55 ലക്ഷം പ്ലസ് 28% GST എന്ന് പറയുമ്പോൾ 15,40,000 അയാൾക്ക് ലൈബിലിറ്റി വരുന്നത്. 15,40,000. അയാളൊരു ഡീലർ ആണെങ്കിൽ 45 ലക്ഷത്തിന്റെ 28% എന്ത് ചെയ്യാം? അതായത് 12,60,000 എന്ത് ചെയ്യാം? കുറയ്ക്കാം. സോ 2,80,000 അയാൾക്ക് GST ലൈബിലിറ്റി വരുള്ളൂ. നേരെ മറിച്ച് അയാളൊരു ഡീലർ അല്ലെങ്കിലോ 45 ലക്ഷത്തിന്റെ 28% GST ഇൻപുട്ട് ടാക്സ് കുറയ്ക്കാൻ പറ്റില്ല. സോ ലൈബിലിറ്റി എത്ര തന്നെ വരും? 15,40,000 തന്നെ വരും. ക്ലിയർ ആയോ? ഡീലർ ആണെങ്കിൽ ITC കിട്ടും, ഡീലർ അല്ലെങ്കിൽ കിട്ടില്ല. ക്ലിയർ അല്ലേ മക്കളെ? അടുത്തിലേക്ക് പോവാം. MSMR Limited, manufacturer of motor vehicles. MSMR Limited മോട്ടോർ വെഹിക്കിളിന്റെ മാനുഫാക്ചർ ആണ്. മോട്ടോർ വെഹിക്കിളിന്റെ മാനുഫാക്ചർ. കമ്പനി പർച്ചേസ്ഡ് പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ ഫോർ 20 lakhs plus GST 28% for transportation of their employees from their residence to factory and from factory to their residence. നമ്മുടെ MR Limited എന്ന് പറയുന്നത് മോട്ടോർ വെഹിക്കിൾസിന്റെ മാനുഫാക്ചർ ആണ്. മോട്ടോർ വെഹിക്കിൾ ഉണ്ടാക്കുന്നവരാണ്. അവര് ഒരു മോട്ടോർ വെഹിക്കിൾ പർച്ചേസ് ചെയ്യാണ്, പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ പർച്ചേസ് ചെയ്യാണ്. 20 ലക്ഷം GST 28% അടച്ചാണ് പർച്ചേസ് ചെയ്യുന്നത്. ഇത് അവർ യൂസ് ചെയ്യുന്നത് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദെയർ എംപ്ലോയീസ്. എംപ്ലോയീസിനെ താമസിക്കുന്നിടത്ത് നിന്ന് ഫാക്ടറിയിലേക്ക് കൊണ്ടുവരാനും ഫാക്ടറിയിൽ നിന്ന് താമസിക്കുന്നിടത്തോട്ട് കൊണ്ടുപോകാനും വേണ്ടിയിട്ടാണ് ഈ ഒരു വാഹനം മേടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ക്രെഡിറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. കിട്ടുമോ? കിട്ടുമോ ഇല്ലയോ? കിട്ടില്ല. കാരണം എന്താണ് ജിബിന? റീസൺ എന്താണ്? എന്താണ് റീസൺ? റീസൺ പറ. റീസൺ പറയണം. ഞാൻ എടുത്തു പറഞ്ഞായിരുന്നു ആ കാര്യം. നോൺ ബിസിനസ് പർപ്പസ്. ഓക്കെ ഫൈൻ, ശരിയാണ്, ഒരു പരിധിവരെ ശരിയാണ്. അയാളുടെ ബിസിനസ് എന്തല്ല? ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ് അല്ല, അല്ലേ? അയാളുടെ ബിസിനസ് അതല്ല പാസഞ്ചേഴ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക
എന്നുള്ളതല്ല അവരുടെ ബിസിനസ്. അതുകൊണ്ട് തന്നെ ITC കിട്ടത്തില്ല. ഓക്കെ, ശരിയാ ശരിയാ. ഓക്കെ, അവിടെ നന്ദനയ്ക്ക് എന്തോ പറ്റി? നന്ദന മിണ്ടുന്നില്ലല്ലോ. എന്തേ കിട്ടി? കത്തിയോ? കത്തിയല്ലേ? ഓക്കെ. അതാണ് ഞാൻ ഇവിടെ പ്രത്യേകം പറഞ്ഞത്, മാനുഫാക്ചറർ ഓഫ് മോട്ടോർ വെഹിക്കിൾസ്. Sukhi Bhava Hospital is a clinical establishment. Purchased 4 ambulances for 32 lakhs plus GST. Sukhi Bhava Hospital ഒരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്, റെക്കഗ്നൈസ്ഡ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. അവർ 4 ആംബുലൻസ് പർച്ചേസ് ചെയ്യാണ്. 32 ലക്ഷം പ്ലസ് GST 28% അടച്ചിട്ടുണ്ട്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. പറ്റില്ല കേട്ടോ, പറ്റില്ല. ആംബുലൻസ് സർവീസ് എന്ന് പറയുന്നത് GSTയിൽ നിന്നും എക്സംപ്റ്റഡ് ആണ്. അത് നമ്മൾ എക്സംഷൻ പഠിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആംബുലൻസ് സർവീസുകൾ GSTയിൽ നിന്നും എക്സംപ്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റും കിട്ടില്ല. ഓക്കെ, ക്ലിയർ? ഓക്കെ ആണോ ഇതുവരെ? ശരി. ഫെറാറി കമ്പനി ഫോർ കണ്ടക്ടിങ് Formula 1 കാർ റേസ് കേട്ടിട്ടുണ്ടാവും. പർച്ചേസ്ഡ് 20 റേസിംഗ് കാർസ് ഫോർ 80 lakhs plus GST 28%. Is Ferrari company eligible for availing ITC on purchasing of racing car? ഫെറാറി കമ്പനി കാർ റേസിന് വേണ്ടിയിട്ട് 20 കാർ പർച്ചേസ് ചെയ്യുന്നു. 80 ലക്ഷവും GST 28% അടയ്ക്കുന്നുണ്ട്. ITC കിട്ടുമോ? ITC കിട്ടുമോ? കിട്ടില്ല അല്ലേ? കിട്ടില്ലല്ലേ? ഉറപ്പാണേ? ജിബിന, നന്ദനയ്ക്ക് ഉറപ്പാണ്. ജിബിനയ്ക്കോ? കിട്ടില്ല. കിട്ടും. എപ്പോഴായിരിക്കും കിട്ടുക? ഏതൊക്കെ സാഹചര്യങ്ങളിലായിരിക്കണം ആ കാർ ഉപയോഗിച്ചിരിക്കുക? പറ വേഗം പറ, നോക്കട്ടെ. എന്തിനൊക്കെ ഉപയോഗിച്ചാലായിരിക്കും ആ കാറൊക്കെ ആ മേടിക്കുന്ന കാറ് എന്തിനൊക്കെ ഉപയോഗിച്ചാലായിരിക്കും ITC കിട്ടുക? വേഗം പറ. ട്രെയിനിങ്ങിനായിരിക്കണം. ഓക്കെ, ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം. ഓക്കെ, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചർ ട്രാൻസ്പോർട്ട്. ഓക്കെ, ഫൈൻ. പിന്നെ ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഫർദർ സപ്ലൈ. അതെന്താ ഇങ്ങോട്ട് വരാത്തെ? ഓക്കെ, ജസ്റ്റ് റിവൈസ് ചെയ്യാൻ വേണ്ടിട്ട് ചോദിച്ചതേ ഉള്ളൂ. മിസ്റ്റർ റാം എ സ്കൂൾ വാൻ ഡ്രൈവർ ആൻഡ് ഓൾസോ രജിസ്റ്റേർഡ് പേഴ്സൺ അണ്ടർ GST ലോ. നമ്മുടെ റാം സ്കൂൾ വാൻ ഡ്രൈവർ ആണ് ആൻഡ് ഓൾസോ രജിസ്റ്റേർഡ് പേഴ്സൺ അണ്ടർ GST ലോ. അപ്പോ നമ്മുടെ റാം ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. ഹി പർച്ചേസ്ഡ് ഒമ്നി വെഹിക്കിൾ ഫോർ 8 lakhs plus GST 28%. അയാള് ഒമ്നി വെഹിക്കിൾ മേടിച്ചു, ഒമ്നി കാർ മേടിച്ചു, വാൻ മേടിച്ചിട്ടുണ്ട്. 8 ലക്ഷവും GST 28% അടച്ചിട്ടുണ്ട്. മിസ്റ്റർ റാം ഈസ് എലിജിബിൾ ഫോർ ITC ഓൺ ദിസ് വെഹിക്കിൾ. അങ്ങനെയാണെങ്കിൽ ITC ക്ലെയിം ചെയ്യാൻ എലിജിബിൾ ആണോ? ITC കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം. കിട്ടുമോ? കിട്ടും. സ്കൂൾ വാൻ ഡ്രൈവർ, അയാളുടെ ജോലി എന്താ? അയാൾ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെന്നും പറയുന്നു. അപ്പൊ അയാളുടെ ജോലി എന്താ? പറഞ്ഞോ എന്താ അയാളുടെ ജോലി? വെരി ഗുഡ്. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സിനെ ട്രാൻസ്പോർട്ട്, കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനും തിരിച്ചു കൊണ്ടുവിടാനും വേണ്ടിയിട്ടാണ് ഇയാള് കാറ് മേടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ അയാൾ രജിസ്റ്റേർഡ് പേഴ്സണുമാണ്.
സോ അയാൾക്ക് ITC തീർച്ചയായിട്ടും കിട്ടും. അടുത്ത ചോദ്യം, MS Maruti Driving School Private Limited supplied taxable service in the month of October 2000s for 50 lakhs plus GST 18%. മാരുതി ഡ്രൈവിംഗ് സ്കൂള് ഡ്രൈവിംഗ് പഠിപ്പിച്ച വകയില് 15 ലക്ഷവും GST കിട്ടിയിട്ടുണ്ട്. 15 ലക്ഷവും GST 18% അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എന്നൂടെ പറയാം. മാരുതി ഡ്രൈവിംഗ് സ്കൂള് കുറെ ആൾക്കാരെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നു. അതിൽ നിന്ന് അയാൾക്ക് കിട്ടുന്നത് 15 ലക്ഷം രൂപ. 15 ലക്ഷം രൂപ 18% GST അടയ്ക്കണം. 18% GST അടയ്ക്കണം. ട്രെയിനിങ് കൊടുക്കുകയാണ്, ഡ്രൈവിങ്ങിന് ട്രെയിനിങ് കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഈ 15 ലക്ഷം രൂപ കിട്ടിയിരിക്കുന്നത്. അപ്പോഴാണ് 18% GST അടയ്ക്കേണ്ടി വരിക. ഔട്ട്പുട്ട് ടാക്സ് ആണ്. കമ്പനി പർച്ചേസ്ഡ് 2 vehicles for this purpose, namely passenger vehicle for 20 lakhs plus GST 28%. അപ്പൊ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട്, അതായത് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 20 lakhs പ്ലസ് GST 28% കൊടുത്ത് കാറ് മേടിച്ചിട്ടുണ്ട്, പാസഞ്ചർ വെഹിക്കിൾ മേടിച്ചിട്ടുണ്ട്. കൂടാതെ ഗുഡ്സ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഗുഡ്സ് വെഹിക്കിൾ മേടിച്ചിട്ടുണ്ട്. 33 ലക്ഷവും 28% GST മേടിച്ചു, GSTയും കൊടുത്തു. ഈ 2 പർച്ചേസിനും ഇയാൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. 2നും കിട്ടുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അയാൾ കാറ് മേടിച്ചിട്ടുണ്ട്, ഡ്രൈവിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് കാറ് മേടിച്ചിട്ടുണ്ട്, അതുപോലെ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ കാറ് മേടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ മേടിച്ചിട്ടുണ്ട്. 2നും കിട്ടും അല്ലേ നന്ദന? 2നും കിട്ടും, ശരിയാണ്. ജിബിന എന്ത് പറയുന്നു? 2നും കിട്ടുമോ? 2നും കിട്ടും, നോ പ്രോബ്ലം, 2നും കിട്ടും. നമുക്ക് ചെയ്യാം. 15 ലക്ഷത്തിന്റെ 18% എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് ടാക്സ് വരുന്നത് 2,70,000 രൂപയാണ്. അതിൽ നമ്മൾ ITCകൾ കുറയ്ക്കാൻ പോവാണ്. പാസഞ്ചർ വെഹിക്കിൾ മേടിച്ച് എത്ര രൂപയ്ക്കാ? 20 ലക്ഷത്തിന്റെ 28%, 5,60,000 രൂപ നമ്മൾ ഇൻപുട്ട് ടാക്സ് കൊടുത്തിരുന്നു പാസഞ്ചർ വെഹിക്കിൾ മേടിക്കാൻ. സോ അത് കുറയ്ക്കാം. ദെൻ ഗുഡ്സ് കൊണ്ടുപോകാനായിട്ടൊരു വെഹിക്കിൾ മേടിച്ചിരുന്നു. 33 ലക്ഷം 28% GST കൊടുത്ത് 9,24,000 രൂപ GST കൊടുത്താണ് ആ ഒരു ഗുഡ്സ് വെഹിക്കിൾ മേടിച്ചത്. 2 ITC നമുക്ക് എന്ത് ചെയ്യാം? ക്ലെയിം ചെയ്യാം. ബാക്കി 12,14,000 രൂപ എന്ത് ചെയ്താൽ മതി? ITC എക്സസ് ഉണ്ടല്ലേ ഗായ്സ്? ITC കൂടുതലുണ്ടല്ലേ ഗായ്സ്? ITC കൂടുതലുണ്ടല്ലേ? സോ എക്സസ് ITC നമ്മൾ എന്ത് ചെയ്യും? ക്യാരി ഫോർവേഡ് ചെയ്യും. ജിബിന അതൊക്കെ അറിയാലോ അല്ലേ? എക്സസ് ആയിട്ടുള്ള ITC വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാറ്? ക്യാരി ഫോർവേഡ് ചെയ്യും അടുത്ത വർഷത്തേക്ക്. അതാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്. 2,70,000 ലൈബിലിറ്റി ഉണ്ടായിരുന്നുള്ളൂ. 5,60,000 ഉണ്ട്, 9,24,000, മൊത്തം ഒരു എത്ര ഉണ്ട്? രണ്ടുകൂടെ എത്ര ഉണ്ട്? ആഡ് ചെയ്ത് പറഞ്ഞേ, വേഗം പറ ആഡ് ചെയ്തത്. 2 ITCയും കൂടെ ആഡ് ചെയ്തെന്ന് പറഞ്ഞേ. 14,80,000. 14,84,000 നമ്മുടെ കയ്യിൽ ITC കിടപ്പുണ്ട്. 2,70,000 രൂപയെ നമുക്ക് ലൈബിലിറ്റി ഉള്ളൂ. സോ ബാക്കി എക്സസ് വന്നത് എന്ത് ചെയ്യണം? ക്യാരി ഫോർവേഡ് ചെയ്യണം. 12,14,000. ഇതാ അടുത്ത ചോദ്യം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പറഞ്ഞാട്ടെ, അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് or training offered MS Sky Limited. നമ്മുടെ MS Sky Limited ഒരു ഫ്ലൈയിങ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അവര് ഒരു എയർക്രാഫ്റ്റ് മേടിക്കുന്നു. 22,28% GST കൂടി കൊടുത്താണ് ഈ ഒരു എയർക്രാഫ്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. വെദർ ദ ഫ്ലൈയിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് എലിജിബിൾ ഫോർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓൺ പർച്ചേസ് ഓഫ് എയർക്രാഫ്റ്റ്. ഇതില് ITC കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം.
കിട്ടുമല്ലോ. അവരുടെ തൊഴിൽ അതാണ്. കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കും ട്രെയിനിങ്ങിന്റെ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവരെന്ത് ചെയ്യാണ്, എയർക്രാഫ്റ്റ് ഓടിക്കുന്നതിൽ ട്രെയിനിങ് കൊടുക്കുന്നവരാണ് എന്നുള്ളത്. തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യുന്ന എയർക്രാഫ്റ്റിന് GST അടച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ITC ക്ലെയിം ചെയ്യാം. ഔട്ട്പുട്ട് ടാക്സിൽ നിന്ന് അപ്പോൾ പേ ചെയ്ത ഇൻപുട്ട് ടാക്സ് കുറയ്ക്കാം. ഡൺ, എലിജിബിൾ ആണ്. Sangeeta Academy organizes parents meeting and provide meal during meeting to students and their parents. Sangeeta Academy ഒരു പേരൻസ് മീറ്റിംഗ് വിളിക്കുകയാണ്. ഈ പേരൻസ് മീറ്റിംഗിന്റെ സമയത്ത് ചോറ് കൊടുക്കുന്നുണ്ട് പേരൻസിന്, അതുപോലെ സ്റ്റുഡൻസിന് മീൽ കൊടുക്കുന്നുണ്ട്, ഊണ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഊണ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ഔട്ട്ഡോർ കാറ്ററിംഗ് യൂണിറ്റിനെ ആയിരുന്നു ഏർപ്പാട് ചെയ്തിരുന്നത്. അവർക്ക് 72,500 പ്ലസ് GST നമ്മൾ ഇൻപുട്ട് ടാക്സ് കൊടുത്തിട്ടുണ്ട്, പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ Sangeeta Academy ആണ്. Sangeeta Academy. Explain academy being provider of taxable supply of service, namely commercial training and coaching service is eligible to avail the credit of GST paid on outdoor catering service. അങ്ങനെയാണെങ്കിൽ നമ്മുടെ Sangeeta Academy ടാക്സബിൾ ആയിട്ടുള്ള സർവീസ് കൊടുക്കുന്നവരാണല്ലോ, അതായത് കോച്ചിങ് കൊടുക്കുന്നവരാണല്ലോ. അതായത് 10 ലക്ഷം രൂപയുടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഉണ്ടെന്ന് വിചാരിച്ചോ. 10 ലക്ഷം രൂപ അവർക്ക് അവരുടെ ടാക്സബിൾ സർവീസ് മുഖേന GST കൊടുക്കാനുണ്ട്. നമ്മുടെ ഔട്ട്ഡോർ കാറ്ററിംഗ് ഡിപ്പാർട്ട്മെന്റിന് ഔട്ട്ഡോർ കാറ്ററിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്തവർക്ക് 72,500ന്റെ 18% GST പേ ചെയ്തെന്ന് പറയുന്നത് എത്രയാന്ന് പറയാമോ? എത്രയാന്ന് പറയാമോ? 72,500ന്റെ 18%. $72,500ന്റെ 130.50. ഇത് കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. പറ്റില്ല. ജിബിന പറയുന്നു പറ്റില്ല. നന്ദന പറ്റില്ല. ഓക്കെ, നമുക്ക് നോക്കാം. GST paid on outdoor catering is not allowed as ITC, even though such a service are used for business purpose, since it is specifically mentioned under Section 17, Subsection 5 of the CGST Act 2017, where credit is not allowed. ഇതെങ്ങനെ പോകണം? കോമ്പോസിറ്റ് അല്ലെങ്കിൽ മിക്സഡ് സപ്ലൈ ആയിട്ട് പോയാൽ മാത്രമേ നമുക്ക് ITC ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഇവിടെ നമുക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പേരൻസ് മീറ്റിംഗ് വിളിക്കുന്നു, അതിന് ഫുഡ് കൊടുക്കാൻ നമ്മളൊരു ഔട്ട്ഡോർ കാറ്ററിംഗ് സർവീസുകാരെ ഏൽപ്പിക്കുന്നു, അവർക്ക് പേയ്മെന്റ് കൊടുക്കുന്നു. ഔട്ട്പുട്ട് ടാക്സ്, എന്റെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഞാൻ ആ പേയ്മെന്റ് അവർക്ക് ടാക്സ് കൊടുത്തു, ഔട്ട്ഡോർ കാറ്ററിംഗുകാർക്ക് ഞാൻ ടാക്സ് കൊടുത്തതാണ് എന്ന് പറഞ്ഞ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ITC ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. കോമ്പോസിറ്റ് സപ്ലൈ അല്ല, മിക്സഡ് സപ്ലൈ അല്ല. നേരെ മറിച്ച് എന്റെ അടുത്ത ചോദ്യം, നിങ്ങൾ ഇതിന് ഉത്തരം പറഞ്ഞു, ഓക്കെ ഫൈൻ, സമ്മതിക്കുന്നു. എന്റെ അടുത്ത ചോദ്യം, ഞാൻ ഇന്നലെ അത് പറഞ്ഞതാണെന്ന് തോന്നുന്നു, പറഞ്ഞിട്ടില്ലെങ്കിൽ കേട്ടോളൂ. എന്റെ വീട്ടിലൊരു കല്യാണം നടക്കുകയാണ്. ഞാന് അല്ല, അങ്ങനെ വേണ്ട. എനിക്കൊരു വർക്ക് ഇടും. ഞാനൊരു കാറ്ററിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളാണ്. എനിക്കൊരു വർക്ക് കിട്ടിയിട്ടുണ്ട്. സദ്യയാണ്. അപ്പൊ എനിക്ക് ഐസ്ക്രീമും കൂടെ
പ്രൊവൈഡ് ചെയ്യണത്. കസ്റ്റമേഴ്സിന് ഐസ്ക്രീം കൂടെ പ്രൊവൈഡ് ചെയ്യണം. പക്ഷെ ഐസ്ക്രീമിന്റെ സംഗതികളൊന്നും ഞാൻ ചെയ്യാറില്ല. ഞാനത് പുറത്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. പുറത്ത് വേറൊരു എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവനെ ഏൽപ്പിക്കുകയാണ് ചെയ്യാറ്. അവൻ വേറൊരു രജിസ്റ്റേർഡ് പേഴ്സണാണ്. അപ്പൊ ഞാൻ അവനെ ഏർപ്പാട് ചെയ്യാണ് ഐസ്ക്രീമിന്റെ ഒരു ഏരിയ കൈകാര്യം ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഐസ്ക്രീമിന്റെ ഒരു ഏരിയ നീ കൈകാര്യം ചെയ്ത, എന്റെ വർക്കാണെങ്കിൽ പോലും ഐസ്ക്രീമിന്റെ ഏരിയ നീ നോക്കിക്കോ, അതിനുള്ള പേയ്മെന്റ് ഞാൻ നിനക്ക് തന്നോളാം എന്ന് ഞാൻ പറയുകയാണ്. അത് കോമ്പോസിറ്റ് സപ്ലൈ ആണോ മിക്സഡ് സപ്ലൈ ആണോ? അത് കോമ്പോസിറ്റ് സപ്ലൈ ആണോ മിക്സഡ് സപ്ലൈ? കോമ്പോസിറ്റ് സപ്ലൈ ആണ് അല്ലേ? കോമ്പോസിറ്റ് സപ്ലൈ ആണ്. കാരണം ഞാനിവിടെ സദ്യ വിളമ്പുന്നു, അവൻ അവിടെ വേറൊരു കൗണ്ടർ ഇട്ട് ക്യാഷ് മേടിച്ച് ഐസ്ക്രീം വിൽക്കുകയല്ല ചെയ്യുന്നത്, ഞാനുമായിട്ട് ചേർന്നാണ് പ്രവർത്തിക്കുന്നത് അല്ലേ? അതുകൊണ്ട് അത് കോമ്പോസിറ്റ് സപ്ലൈ ആണ്. ആ സാഹചര്യത്തിൽ ഞാൻ അവന് പേയ്മെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ITC ക്ലെയിം. ഓക്കെ, ശരിയായോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാവേ. എക്സാമ്പിൾ കാണിച്ചു. ഇപ്പോ ഹാർവെസ്റ്റ് എന്ന് പറയുന്ന ഒരു കാറ്ററിംഗ് സർവീസ് ചെയ്യുന്ന ഒരു കമ്പനി, അവർക്ക് അവരുടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് ഒരു 5 lakh ആണെന്ന് വിചാരിച്ചു. GST 5 lakh ആണെന്ന് വിചാരിച്ചു. ഹാർവെസ്റ്റ് എന്ന് പറയുന്ന കമ്പനിക്ക് എന്റെ കമ്പനിയാണ് ഹാർവെസ്റ്റ്. എനിക്കൊരു വർക്ക് കിട്ടുന്നു, മീൽസിന്റെ വർക്കാണ് കിട്ടുന്നത്, എനിക്ക് ഐസ്ക്രീമും കൂടെ വേണം. ഞാനപ്പോ എന്റെ കൂട്ടുകാരനായിട്ടുള്ള സംഗീതാൻ കമ്പനി എന്ന് പറയുന്ന ഐസ്ക്രീം പ്രൊവൈഡേഴ്സിന് ഞാൻ ഐസ്ക്രീമിന്റെ സെക്ഷൻ ഏൽപ്പിക്കുകയാണ്. ഇവന് ഞാൻ കൊടുക്കേണ്ടത് ഒരു GST എന്ന് പറയുന്നത്, GST മാത്രമേ ഞാൻ എഴുതുന്നുള്ളേ, ഇവന് ഞാൻ കൊടുക്കേണ്ട GST എന്ന് പറയുന്ന ഒരു 1 lakh ആണത്. ഇവന് ഞാൻ കൊടുക്കേണ്ട GST 1 lakh ആണ്. അപ്പൊ സംഗീതാൻ കമ്പനി എന്റെ വർക്കിനോട് ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ ഒരു സൈഡിൽ ഊണ് വിളമ്പുമ്പോ ഊണ് കഴിച്ച് കഴിയുന്നവർക്ക് ഇവൻ എന്ത് ചെയ്യുന്നു? ഐസ്ക്രീം കൊടുക്കും. കോമ്പോസിറ്റ് സപ്ലൈ ആണ്. സംഗീതാൻ കമ്പനിക്ക് ഞാൻ പേ ചെയ്ത ആ ഒരു 1 ലക്ഷം എനിക്ക് എന്ത് ചെയ്യാം? ഇവിടെ ക്ലെയിം ചെയ്യാം. ബാക്കി 4 lakh ഞാൻ എന്ത് ചെയ്താൽ മതി? ടാക്സ് അടച്ചാൽ. ക്ലിയർ ആണോ? എന്ന് പറഞ്ഞാട്ടെ. ശരി, അടുത്ത ചോദ്യം. അന്നപൂർണ കാറ്ററിംഗ് supply outdoor catering services to its customers by subcontracting the same. Annapurna Catering supply outdoor catering services to its customers by subcontracting. നമ്മുടെ അന്നപൂർണ കാറ്ററിംഗുകാര് ഐസ്ക്രീം അവർക്കൊരു വർക്ക് വന്നു കേട്ടോ. അന്നപൂർണ കാറ്ററിംഗുകാർക്ക് ഒരു വർക്ക് വന്നു. ഐസ്ക്രീമിന്റെയും നോർത്ത് ഇന്ത്യൻ മീൽസിന്റെയും സൗത്ത് ഇന്ത്യൻ മീൽസിന്റെ ഒക്കെ വർക്ക് മറ്റൊരു കോൺട്രാക്ടർക്ക് സബ് കോൺട്രാക്ട് ചെയ്തിരിക്കുകയാണ്. മറ്റൊരു കോൺട്രാക്ടർക്ക് നമ്മളിപ്പോ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെയാണ്, സബ് കോൺട്രാക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ സബ് കോൺട്രാക്ടർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തു. 2 lakh പ്ലസ് GST ആണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത്. അപ്പൊ അന്നപൂർണ കാറ്ററേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും? പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടാവും. ഈ സബ് കോൺട്രാക്ടർക്ക് പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അതവിടെ കഴിഞ്ഞു. അന്നപൂർണ കാറ്ററിംഗിന് മൊത്തം വന്ന ലയബിലിറ്റി 2,10,000 പ്ലസ് GST ആണ്. അതായത് 37,800. സബ് കോൺട്രാക്ടർക്ക് പേ ചെയ്ത 2 lakh പ്ലസ് GST, അതായത് 18%, 36,000 ഇവിടെ കുറയ്ക്കാൻ പറ്റുമല്ലോ? പറ്റില്ലേ എന്നാണ് എന്റെ ചോദ്യം. ഇവിടെ അവർ ചെയ്തത് തെറ്റുണ്ടോ? കോമ്പോസിറ്റ് ആയിട്ടല്ലേ കൊടുക്കുന്നത്, കോമ്പോസിറ്റ് സപ്ലൈ അല്ലേ, പറ്റും. അന്നപൂർണ കാറ്ററിംഗുകാര് അവർക്കൊരു വർക്ക് കിട്ടി, ഐസ്ക്രീമിന്റെ സെക്ഷൻ.
മറ്റൊരു സബ് കോൺട്രാക്ടർ ഏൽപ്പിച്ചു, അയാൾക്ക് ആര് പേയ്മെന്റ് കൊടുത്തു? അന്നപൂർണ കാറ്ററിംഗ് പേയ്മെന്റ് കൊടുത്തു. അത് ഇൻപുട്ട് ടാക്സ് ആയിട്ട് ക്ലെയിം ചെയ്യാം. സബ് കോൺട്രാക്ടർ വേറെ കൗണ്ടർ ഇട്ട് അവിടെ ഐസ്ക്രീം വിൽക്കുകയല്ല ചെയ്യുന്നത്, ആണോ? അല്ല. അങ്ങനെയാണെങ്കിൽ പ്രത്യേകം പറയും, അല്ലാത്തടത്തോളം അത് കോമ്പൻസേറ്റ് സപ്ലൈ ആണ്. ഓക്കെ. Wipro Pro Limited is a BPO which works on night shift basis. Wipro Pro Limited is a BPO which works on night shift basis. Wipro Pro Limited എന്ന് പറയുന്നത് ഒരു ബിസിനസ് യൂണിറ്റ് ആണ്. നൈറ്റ് ഷിഫ്റ്റ് ബേസിസിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവിടുത്തെ എംപ്ലോയീസ് ഒക്കെ. ആസ് പെർ ദി ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ, it has to provide a cab facility to its employees who work on night shift. Whether Wipro Pro Limited is eligible to avail ITC on a rent cab service. ഒന്നുമില്ല, നമ്മുടെ വിപ്രോ പ്രോ ലിമിറ്റഡ് കമ്പനീസിന്റെ എംപ്ലോയീസ് നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്നവരാണ്. വിപ്രോ പ്രോ ലിമിറ്റഡ് കമ്പനീസിലെ എംപ്ലോയീസ് നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം, ഗവൺമെന്റിന്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്നവർക്ക് റെന്റ് എ ക്യാബ് ഫെസിലിറ്റി, അതായത് അവർക്ക് താമസ സ്ഥലത്തേക്ക് പോകാനും വരാനും, രാത്രിയല്ലേ നൈറ്റ് ആയതുകൊണ്ട് റെന്റ് എ ക്യാബ് ഫെസിലിറ്റി കൊടുക്കണമെന്ന് ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുകയാണ്. ITC ക്ലെയിം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? അതായത് ഈ റെന്റ് എ ക്യാബുകാർക്ക് നമ്മുടെ വിപ്രോ കമ്പനി പേയ്മെന്റ് കൊടുക്കണം, അത് ചുമ്മാ ഒന്നും അറിയില്ല അല്ലേ. അത് ITC ക്ലെയിം ചെയ്യാൻ പറ്റുമോ? പറഞ്ഞോ. പറ്റും, കാരണം അവിടെ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ഉണ്ട് അല്ലേ, അതുകൊണ്ടാണോ? അതെ, സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ ക്ലെയിം ചെയ്യാം. Yes, Wipro Pro Limited can claim ITC on the GST paid on such a rent a cab service. 15 കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ, 2 പ്രോബ്ലം കൂടെ ഉള്ളേ. അതായത് നല്ലൊരു പ്രോബ്ലം നോക്കിയോ. ഹോട്ടൽ കിങ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഒരു ഹോട്ടലിന്റെ കാര്യമാണ്. പ്രൊവൈഡർ ഓഫ് ഷോർട്ട് ടേം അക്കോമഡേഷൻ സർവീസസ് ആൻഡ് ഓൾസോ പ്രൊവൈഡിങ് പിക്കിംഗ് അപ്പ് ഗസ്റ്റ് ഫ്രം എയർപോർട്ട്. ഇത് ഞാൻ ഇന്നലെ പറഞ്ഞു തോന്നുന്നു. ഹോട്ടൽ കിങ് പ്രൈവറ്റ് ലിമിറ്റഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹോട്ടലാണ്. അവര് അഡീഷണൽ ആയിട്ട് മറ്റൊരു സർവീസ് കൂടെ ചെയ്യുന്നുണ്ട്. എയർപോർട്ടിൽ നിന്ന് ഗസ്റ്റിനെ എങ്ങോട്ടേക്ക് എത്തിക്കും? ഹോട്ടലിലേക്ക് എത്തിക്കും. അതിനവര് ഒരു റെന്റ് ക്യാബ് സർവീസ് അവൈൽ ചെയ്യുന്നുണ്ട്. ആരുടെ ഭാഗത്ത് നിന്ന്? MS X & കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്ന് റെന്റ് എ ക്യാബ് സർവീസ് അവൈൽ ചെയ്യുന്നുണ്ട് ഹോട്ടൽ കിങ് ലിമിറ്റഡ്. 2 ലക്ഷം പ്ലസ് GST 18% അടച്ചാണ് ഈ ഒരു സർവീസ് അവൈൽ ചെയ്യുന്നത്. ആരുടെ സർവീസ്? റെന്റ് എ ക്യാബ് സർവീസുകാരുടെ സർവീസ് അവൈൽ ചെയ്യുന്നത്. ഓക്കെ, അതവിടെ കിടന്നോട്ടെ. അക്കോമഡേഷൻ കൊടുത്ത വകയില് നമ്മുടെ ഹോട്ടലിൽ വന്നിരിക്കുന്ന ഇൻകം എന്ന് പറയുന്നത്, വാല്യൂ എന്ന് പറയുന്നത്, റവന്യൂ എന്ന് പറയുന്നത് 15,75,250 ആണ്. അതിന് 18% ഔട്ട്പുട്ട് ടാക്സ് വരും. അതായത് 2,83,545 രൂപ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി വരുന്നുണ്ട്. ഇയാൾക്ക് റെന്റ് എ ക്യാബ് സർവീസ് പ്രൊവൈഡ് ചെയ്തവർക്ക് കൊടുത്ത GST കുറയ്ക്കാൻ പറ്റുമോ ഇല്ലയോ? പറ്റും, കാരണം കോമ്പസിറ്റ് സപ്ലൈ ആണ്. അതുകൊണ്ടല്ലേ നമ്മുടെ ഹോട്ടൽ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഹോട്ടല് അഡീഷണൽ ആയിട്ട് ആ ഹോട്ടലിൽ റൂം എടുക്കുന്നവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു സർവീസ് ആണ് എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിലേക്ക് എത്തിക്കുന്ന സർവീസ്. അതിനൊരു റെന്റ് എ ക്യാബ് സർവീസ് ഡിപ്പാർട്ട്മെന്റിനെ ഏർപ്പെടുത്തിയിരിക്കും. അവർക്ക് നമ്മൾ ഇൻപുട്ട് ടാക്സ് അടയ്ക്കും. തീർച്ചയായിട്ടും എന്ത് ചെയ്യാം? ക്ലെയിം ചെയ്യാം. സോ നമുക്ക് ആ 2 ലക്ഷം പ്ലസ് GST 18%, അതായത് 2 ലക്ഷത്തിന്റെ 18%, 36,000 നമുക്ക് എന്ത് ചെയ്യാം? കുറയ്ക്കാം. ബാക്കി 2,47,545 എന്ത് ചെയ്താൽ മതി? ഗവൺമെന്റിലേക്ക് അടച്ചാൽ മതി GST. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? പറഞ്ഞേ. ഇതൂടെ ഉള്ളായിരുന്നു കേട്ടോ. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
അപ്പോ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് മാക്സിമം നമ്മൾ ചെയ്യിക്കാവുന്ന പ്രോബ്ലം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക. ഇതിൽ കൂടുതലൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, ഇതിൽ കൂടുതലൊന്നും ചോദിക്കില്ല. മാക്സിമം എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, CA, CMA, CS-ന്റെ ടെക്സ്റ്റുകളിൽ നിന്നുള്ള പ്രോബ്ലംസ് ആണ് ഇതൊക്കെ. ഗുണകരമാവുമെന്ന് വിചാരിക്കുന്നു. പഠിച്ചോളുക, പഠിച്ചു പോയിക്കോളുക. പഠിച്ചില്ലെങ്കിൽ പോയി. കാരണം കുറെ അധികം കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിലൂടെ ഓടിയാലേ ഇതൊക്കെ നിൽക്കുള്ളൂ. പല കേസുകളാണ്, പല സാഹചര്യങ്ങളാണ്, അതെല്ലാം നമ്മുടെ മൈൻഡിലുണ്ടാവും. അപ്പൊ അവസാനിപ്പിക്കാം. അടുത്ത ദിവസം നമ്മൾ അടുത്ത ഒരു സെക്ഷൻ പഠിക്കും. ഓക്കെ, താങ്ക് യു.